نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളായ ഹാജിമാരെ മഹത്തായ ഹജ്ജ് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയായി. ഹജ്ജ് നിർവഹിക്കുന്നത് അവരാണെങ്കിലും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ലോകത്തിന് നൽകുന്ന മഹത്തായ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അത് പോയവർക്കും നമുക്കും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ആ സന്ദേശങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഹജ്ജിന്റെ ആത്മാവും അതിൻ്റെ ചരിത്രങ്ങളുമൊക്കെ തിരിച്ചറിയുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഒരു സംഗതിയാണ്. ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്തവരാണ്, യാത്രകളെ സംബന്ധിച്ച് പരിചയമുള്ളവരുമാണ്. നിങ്ങൾ യാത്ര ചെയ്യൂ എന്ന് വിശുദ്ധ ഖുർആനിൽ 10ഓളം സ്ഥലങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുൽ സീറൂ ഫിൽ അർള്, നിങ്ങൾ യാത്ര പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഈ യാത്രകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഹജ്ജിന്റെ യാത്രക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ഹാജിമാര് അതിഥികളാണ്. ആതിഥേയൻ എന്നത് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്താണ്. അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് അതിമഹത്തരമാണ്. ലഭിക്കുന്ന നന്മകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ആ നന്മകൾ, ഇബാദത്തുകളിൽ നിന്ന് കിട്ടുന്ന നന്മകൾ ആഖിറത്തിൽ മാത്രമല്ല, അത് നമുക്ക് ആദ്യം ദുനിയാവിൽ കൂടി അനുഭവിക്കാനുള്ളതാണ്. നിങ്ങൾ നോക്കിയേ, എല്ലാ അമലുകളും അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നതും ആ ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇഖ്ലാസ് എന്ന് പറയുക, നിയ്യത്ത് എന്ന് പറയുക, അല്ലേ? എന്നാൽ എല്ലാ അമലുകൾക്കും ബാഹ്യമായ ഗുണങ്ങൾ ദുനിയാവിൽ കിട്ടുമെന്ന് ദീന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ നിസ്കാരം പറഞ്ഞെടുത്ത് നമുക്കറിയാലോ, അഖ്മിസ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കുന്നതിന് വേണ്ടിയാണ് നിസ്കാരം നിലനിർത്തേണ്ടത്, ദിക്റിനാണ്. അതിന്റെ മേന്മ പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? അഖ്മിസ്വലാത്ത ലിദിക്രി എന്ന് കഴിഞ്ഞിട്ട് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ വൃത്തികേടുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്ന് നമസ്കാരം മനുഷ്യനെ തടയും. ഈ നേട്ടം ആഖിറത്തിൽ എത്തിയിട്ട് നടക്കേണ്ട സംഗതി അല്ലല്ലോ, അത് ഇവിടുന്ന് കിട്ടേണ്ടുന്ന ഗുണമാണ്. മനുഷ്യൻ നന്നാവുന്ന. സക്കാത്ത്, അതിന്റെ ഗുണം ആർക്കാണ്? നൽകുന്നവന്റെ മനസ്സ് വിശാലമാവും, ധനം ശുദ്ധീകരിക്കപ്പെടും ഒക്കെ പറഞ്ഞു. അതിന്റെ കൂടെ ആ നന്മ മറ്റൊരാൾ ആസ്വദിക്കുകയാണ്. ലഅല്ലക്കും തത്തക്കൂൻ എന്നാണ് നോമ്പ് പറഞ്ഞിടത്ത് പറഞ്ഞത്. ലഅല്ലക്കും തത്തക്കൂൻ, നിങ്ങൾക്ക് തഖ്വ വേണ്ടിയാണ്. അത് ആഖിറത്തിലല്ല, അത് ദുനിയാവിലാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ ഹജ്ജ് പറഞ്ഞിടത്ത് നമ്മൾ നേരെ പഠിക്കണം. ഹജ്ജ് പറഞ്ഞിടത്ത് ഖുർആൻ വിശദമായി പറയുന്നുണ്ട്. സൂറത്ത് ഹജ്ജിലൂടെ തന്നെ 27, 28 ആയത്തിലൂടെ ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത്, അറിയപ്പെടുന്ന ദിനങ്ങളിൽ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. എന്തിന്? അതിൽ നിങ്ങൾക്ക്, ഈ ജനങ്ങൾക്ക് ഒരുപാട് മൻഫഅത്തുകളുണ്ട്, ഉപകാരങ്ങളുണ്ട്. അത് നമുക്കിങ്ങനെ വായിച്ചെടുക്കാം. നിങ്ങൾ നോക്കിയേ, ഹജ്ജിലൂടെ ഒരുപാട് നന്മകൾ. ഇപ്പോ ആദ്യം തന്നെ നമുക്ക് കാണാം ഉമ്മത്ത് മുസ്ലിമയുടെ ഒരു വഹദ, മുസ്ലിം ഉമ്മത്തിന്റെ ഒരു യൂണിറ്റി ശരിക്കും അവിടെ കാണാം. ലോകത്തിന്റെ എല്ലാ രാജ്യത്തുള്ള ജനങ്ങളെയും നമുക്ക് കാണാലോ. എല്ലാ ശരീര പ്രകൃതിയുള്ള മനുഷ്യന്മാരുണ്ടാവും, ചെറിയതും വലുതും ഈ തടിച്ചത്, എല്ലാ ജാതി ആളുകളെയും കാണാം. പക്ഷെ എല്ലാവരും നിൽക്കുന്നത് ഒരേ രൂപത്തില്, ഒരേ വേഷത്തില്, ഒരേ വാക്കുകളില്, അല്ലേ? ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ അവരുടെ സംസ്കാരങ്ങൾ തമ്മിൽ അറിയലുണ്ട്. മനുഷ്യന്റെ ഒരുമ ഏറ്റവും പ്രകടമാണ്. അല്ലാതെ തന്നെയുള്ള ബിസിനസ്സായും അല്ലാതെയും ഒക്കെ ഉള്ള അവിടെ മൻഫഅത്തുകൾ ഉണ്ടല്ലോ. പക്ഷേ ഹജ്ജിന്റെ റൂഹ് ഇതൊന്നുമല്ല. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഹജ്ജിന്റെ ജീവൻ, ആത്മാവെന്ന് പറയണത് എന്തറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ശിർക്ക് വരണ ഒരു വഴിയുമില്ല. നമ്മൾ പഠിക്കണ ഇബാദത്തുകളുടെ മർമ്മമാണത്. ശിർക്ക് വരണ ഒരു വഴിയില്ല. തൗഹീദ് ഉറപ്പിക്കലാണ്. എന്തിനാണ് ഇത്രയും പ്രയാസപ്പെട്ട് ആളുകൾ മക്കത്ത് വരുന്നത്, കഅബാലയത്തിന്റെ അടുക്കൽ ചെല്ലുന്നത്? ഈ ഒരൊറ്റ പുണ്യം നേടാനാണ്. ഏത് പുണ്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതങ്ങോട്ട് നേരിട്ട് അറിഞ്ഞനുഭവിക്കാനാണ്. ഹജ്ജില് പ്രത്യേകിച്ച് ഒരാരാധനയുമില്ല, പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ. വേറൊരു ആരാധനയില്ല. ഇന്നോടത്ത് നിങ്ങൾ നിൽക്കണം, അവിടെ നിങ്ങൾ നിസ്കരിക്കുക, ദുആ ചെയ്യുക, കുറച്ച് ഇന്നോടത്തേക്ക് നടക്കുക. ആ നടക്കുമ്പോ കുറെ പ്രാർത്ഥനകൾ ഉരുവിടുക, അല്ലാതെ വേറൊന്നുമില്ലല്ലോ. നിങ്ങൾ നോക്ക്, ഓരോ പ്രാർത്ഥനയിലും ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ ബീബി റളിയല്ലാഹു അൻഹ, ഇവരെല്ലാവരും നമ്മൾ ശരിക്കും പഠിച്ചു നോക്കിയേ. ഇവരാണ് ശരിക്കവിടെ നമ്മൾ അവരുടെ ജീവചരിത്രമാണ് ഓർമ്മിപ്പിക്കപ്പെടുന്നത്. ആ ഓർമ്മ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരിക്കലും
അവരോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായി പോലും അവരോട് ചോദ്യങ്ങളില്ല, അവരോട് പ്രാർത്ഥനകളില്ല. ഹജ്ജിന്റെ റൂഹ് തൽബിയത്താണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് അല്ലാഹുമ്മ ഇന്നി അലാ ത്വാഅതിക മുഖീം. ലബ്ബൈക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥതാ, അല്ലാഹുമ്മ ഇന്നി അലാ ത്വാഅതിക മുഖീം. റബ്ബേ, നിന്നോടുള്ള അനുസരണത്തിൽ ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു, അതിൽ ഞാൻ നിലനിൽക്കുന്നു എന്ന് അങ്ങനെ വിളിച്ചു പറയുകയാണ്. ഞാൻ പറഞ്ഞു തന്ന എന്താന്ന് ചോദിച്ചാൽ, അവിടെ നിന്ന് കിട്ടുന്നത് മുഴുവനും തൗഹീദാണ്. അവിടെ നിന്ന് കിട്ടുന്നത് മുഴുവനും ഏകനായ റബ്ബിലേക്കുള്ള അടുക്കലാണ്. ഇപ്പൊ തവാഫ് കഴിഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. തവാഫ് കഴിഞ്ഞാൽ ഉടനെ 2 റക്അത്ത് നിസ്കാരം ഉണ്ടല്ലോ, അതിൽ ഒന്ന് തൗഹീദിന്റെ പ്രഖ്യാപനാണ്. ഒന്നാമത്തതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഏതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ശരിക്കത് പ്രഖ്യാപനമാണ്, തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ശത്രുക്കൾ പറഞ്ഞു, മുശ്രിക്കുകൾ പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം വേണ്ട. നീ ഈ കഅബാലയത്തിലൂടെ അങ്ങനെ പോകുമ്പോ ഞങ്ങൾ വിളിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കൾ ഉണ്ടല്ലോ, അവരെ നീ വിളിക്കൊന്നും വേണ്ട. പക്ഷെ എന്ത് ചെയ്യുന്നറിയോ, ഒന്നിങ്ങനെ കൈകൊണ്ടൊന്നും ഇങ്ങനെ ഒരു അഭിവാദ്യം ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഞങ്ങൾക്കൊരു സമാധാനത്തിന്. മനസ്സറിഞ്ഞിട്ടൊന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, എന്റെ പടച്ചോനെ ഞങ്ങളും വിളിച്ചോളാം. നമുക്ക് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തിയല്ലേ എന്ന് ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് ഹബീബായ റസൂലല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മറുപടി പറഞ്ഞു കൊടുത്തത് അള്ളയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഒരൊറ്റ വാക്കിനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ലക്കും ദീനുക്കും വലിയ ദീനി, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, എനിക്ക് എന്റെ ദീന്. അവിടെ എന്തില്ല, അവരുടെ ഒരു അവിയൽ മതമില്ല. ഏകനായ റബ്ബിന്റെ ഏകത്വത്തെ അംഗീകരിക്കലാണ്. നമ്മൾ പഠിച്ചു നോക്കിയേ, മുസ്ലിമീങ്ങളായ നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ ഇപ്പൊ തിരിഞ്ഞിരിക്കുന്ന കഅബാലയത്തിലേക്കാണ്. ആ കഅബാലയത്തിലേക്ക് തിരിഞ്ഞിരുന്ന് മനസ്സവിടേക്ക് എത്തുന്നു, ശരീരം എത്തുന്നില്ലെങ്കിലും നമ്മുടേത് അല്ലെ, നമ്മുടെ സഹോദരങ്ങൾ രണ്ടും അവിടെ എത്തി നിൽക്കുമ്പോ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ പാഠങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇഹ്റാമിൽ പ്രവേശിക്കലായാലും തവാഫായാലും പിന്നെ സഅയായാലും അറഫയിൽ നിൽക്കലായാലും ഉദ്ഹിയ്യത്തായാലും എല്ലാം സഹോദരങ്ങളെ ഒന്നിന്റെ കൂടെ നിങ്ങൾ 2 മിനിറ്റ് വന്നു നോക്കിയേ. ഇപ്പൊ ഈ ഇഹ്റാമില് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തില് നമ്മുടെ നീയത്ത് പോലെയാണ് ഏത് ഇഹ്റാമിൽ പ്രവേശിക്കൽ. മീഖാത്തിലെത്തിയാൽ വസ്ത്രം മാറണം. ജീവിതത്തിൽ കുറച്ചൊക്കെ സൗകര്യങ്ങളുള്ള ആളുകളാണ് മക്കത്തേക്ക് പോകാറുള്ളത്, ഹജ്ജിനും ഉംറക്കും വരാറുള്ളത്. ഓരോരുത്തരും അവരവരുടെ വേഷങ്ങളിലാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാ പോവുക? ഉറപ്പല്ലേ? എങ്ങനെ പോവുക? കിരീടം വെച്ച് ആ രാജകീയതയും പ്രൗഢിയും പ്രകടിപ്പിച്ചല്ലേ പോവുള്ളൂ. നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള പ്രൗഢിയിലാണ് അങ്ങോട്ട് പോകേണ്ടത് എന്നെങ്ങാനും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പോകും? 50 സെന്റ് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനൊരു 10 സെന്റെങ്കിലും വിറ്റ് നമ്മുടെ ഒരു പ്രൗഢി കാണിച്ചാ പോവുക അല്ലേ? ഈ സ്കൂളുകളിലൊക്കെ യൂണിഫോം ഇല്ലാത്ത ദിവസം നമ്മുടെയൊക്കെ മക്കൾ വരണ പോലെ ആ പ്രൗഢിയിൽ വരും. പടച്ചോൻ പറഞ്ഞ നിങ്ങളുടെ ഒരു പ്രൗഢിയും എനിക്ക് വേണ്ട. എന്നിട്ടോ 2 കഫം പുടവ പോലെയുള്ള വസ്ത്രങ്ങൾ, കഫം ചെയ്യുന്ന ഓർമ്മ. കാരണം ഇതിനിടക്ക് മരിച്ചാ പിന്നെ അവനക്ക് വേറെ വസ്ത്രമല്ല, ഈ വസ്ത്രത്തിൽ തന്നെ പൊതിഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ വളരെ ലാളിത്യത്തോടെ എന്റെ നാദങ്കലേക്ക് ഞാൻ അടുക്കാൻ പോവുകയാണ്. പിന്നീട് അവിടെ നിൽക്കുന്നവരെല്ലാം അബ്ദുള്ള, അള്ളാഹുവിന്റെ ആബിദീങ്ങളാണ്. ആർക്കും വലുപ്പവും ചെറുപ്പൊന്നുമില്ല, അവിടുത്തെ രാജാവിനുമില്ല. എല്ലാരും അങ്ങനെ തന്നെ. പിന്നെ അവരുടെ ഒരു ഏതെങ്കിലും നിലക്കൊരു ചെറിയ പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് ചിലപ്പോൾ 1-2 സെക്യൂരിറ്റി അവരുടെ കൂടെ ഇങ്ങനെ വന്നു എന്നല്ലാതെ അവിടുത്തെ, ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ, ഹജറുൽ അസ്വദ് തൊടാൻ, അത് മുത്താൻ, കഅബാലയം സ്പർശിക്കാൻ നമ്മൾക്കും അവർക്കും, അബുസീനിയക്കാരനും ദക്ഷിണാഫ്രിക്കക്കാരനും ഒക്കെ ഒരേ അവകാശമാണ്. മാനവികതയുടെ മൂല്യം ഇത്രത്തോളം ലോകത്ത് വേറെ എവിടെയും കാണൂല. തവാഫ് ഞങ്ങനെ ആലോചിക്കാറുണ്ട്. തവാഫ് ചെയ്യുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, കഅബാലയം, സഹോദരങ്ങളെ, ഈ ലോകത്ത് നമുക്ക് കണ്ടാൽ മടുപ്പ് വരാത്ത, കണ്ടാൽ മതിയാവാത്ത
എത്ര കണ്ടാലും മതിയാവാത്ത ഒരു കാഴ്ചക്ക് ശേഷം വീണ്ടും കാണണം കാണണം എന്ന് മോഹിക്കുന്ന ലോകത്തെ ഒരേ ഒരു സ്ഥലം അത് കഅബയാണ്. ഈ ഉംറക്കോ ഹജ്ജിനൊക്കെ പോയി വന്ന ആൾക്കാർക്ക് അറിയാലോ, നമ്മളടുത്ത് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല പിന്നെയും പോകാൻ തോന്നണം. എന്നാലും മനസ്സിനൊരു ആഗ്രഹമാണ്, പഠിച്ചനെ ഒന്നും കൂടി കാണണം. തിരിച്ചു പോരുമ്പോ ഈ തവാഫുൽ വിദാ ഒക്കെ നടക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും കരയാതെ പോരുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. എന്താ കരയാതെന്ന് ചോദിച്ചാല്, എന്നാ ഇനി നിന്നൊന്ന് കാണുക. നമ്മുടെ കൽബ് അവിടെ ആണെങ്കിൽ പോലും ആ ശരീരം പിരിഞ്ഞു പോരുണ്ടാകുന്ന ഒരു വികാരമുണ്ട് സഹോദരങ്ങളെ, അല്ലേ? അതുകൊണ്ടാണല്ലോ മരിച്ചാൽ കടത്തേണ്ടത് അവിടേക്കാണ്. നമ്മുടെ മലമൂത്ര വിസർജനങ്ങളിൽ പോലും അങ്ങോട്ട് ഇരിക്കരുത് എന്ന് പറഞ്ഞത് ആ ഒരു മഹത്വം, ആ ഒന്നുമത്താണല്ലോ. അതിനേക്കാൾ അപ്പുറം ഖുർആൻ എണ്ണിപ്പറഞ്ഞ ഒരു റുക്കനാണ് ഇന്ന സഫാ വൽ മർവ മിൻ ശആയിരില്ലാ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഅബ ഒരു ശിആറാണ്. കാരണം കണ്ടാൽ മതിവരാത്ത ശിആർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണ്ടവർക്കും നമ്മിൽ കാണാത്ത സഹോദരങ്ങൾക്കൊക്കെ ഇനിയും അവിടം കാണാനുള്ള തൗഫീക്ക് തന്ന് നമ്മയൊക്കെ അവൻ തുണക്കുമാറാവട്ടെ. അസ്സഫാ വൽ മർവ അസ്സഅയു ബൈന സഫാ വൽ മർവ. സഫക്കും മറുവക്കും ഇടയിലുള്ള ഓട്ടം എങ്ങനെ സഫയും മറുവയും ചിഹ്നമായി. സഫയും മറുവയും അള്ളാഹുവിന്റെ ശിആറുകളിൽ പെട്ടതാണ്. അള്ളാഹു പറയുന്നു എങ്ങനെ അത് ശിആറായി. നിങ്ങൾ നോക്കൂ, ഹാജറ ബീവിയുടെ ഓട്ടം. ആരാണവര്? സാധാരണഗതിയിൽ ഒരാൾ അടിച്ചമർത്തപ്പെട്ട ആളാകുക എന്ന് പറയുന്നത് മൂന്നാലൊരു കാരണങ്ങൾ കൊണ്ടാണ്. ആ 3 കാരണങ്ങൾ കൂടി ചേർന്ന് വന്നാലോ, 1 അടിമയാവുക, 2 ആ അടിമ തന്നെ നീഗ്രോ ആവുക, ഈ 2 കൂടിയത് ഒരു സ്ത്രീ കൂടിയായാലോ, അല്ലെ? ഇത് 3 പാടെ കൂടിയതാണ് ഹാജറ ബീവി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവരെ സ്മരിക്കാതെ, അവര് ചെയ്ത കർമ്മങ്ങൾ ഓർക്കാതെ ഒരാളുടെ ഹജ്ജ് പൂർണ്ണാവൂലല്ലോ. നേരെ പഠിക്കണേ. അടിച്ചമർത്തപ്പെട്ടവർക്ക് ഇസ്ലാം എങ്ങനെ അംഗീകാരം നൽകുന്നു എന്നതിന് ഇതിലപ്പുറം വലിയൊരു പാഠം നമുക്ക് വേണ്ട. പെണ്ണോടിയ സ്ഥലത്ത് കൂടെയാണ് ഓടാൻ ആണുങ്ങളോട് പറയുന്നത്. ആരോടിയ സ്ഥലം? ഹാജറ ബീവി ഓടിയതല്ലേ? അവിടെ എത്തുന്ന ചെറിയൊരു പ്രത്യേക സ്ഥലം ഉണ്ടല്ലോ. ആകെ സഫ മുതൽ മറുവ വരെ 395 മീറ്ററാണ്. അതിലൊരു ചെറിയ ഭാഗം ആണുങ്ങൾ ഓടണം, അവിടെയും പെണ്ണുങ്ങൾ ഓടണ്ട. പെണ്ണോടിയ സ്ഥലത്തുകൂടെ നമ്മൾ ഓടണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിലെ വലിയൊരു വിഷയമാണല്ലോ. നമ്മുടെ നാട്ടിലെ വലിയ വിഷയം ഇപ്പോ ഈ പേര് പറയണത് ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേടന്റെ പാട്ടാണ്. അതിനെതിരെ രംഗത്ത് വന്ന വിഭാഗങ്ങളെ കുറിച്ച് നിങ്ങൾ ചേർത്തി വായിക്കുക. ഇയാൾ ദലിതനാണ്. വേടൻ പറഞ്ഞത് അവരുടെ ആവശ്യങ്ങളാണ്. അവരുടെ ചരിത്രങ്ങൾ പോലും പറയാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു ലോകത്തൊരു രാജ്യത്ത് ആലോചിച്ച് നോക്കിയേ, ഞാൻ നേരത്തെ എണ്ണിയ 3 അടിച്ചമർത്തപ്പെടാൻ സാധ്യതയുള്ള എല്ലാതും ഉണ്ടായിട്ട് പോലും അവരെ ഓർക്കാതെ, അവരെ സ്മരിക്കാതെ നമുക്ക് ഈ കർമ്മം ചെയ്യാൻ കഴിയില്ല. എന്താണ് ചരിത്രം? ആ കുഞ്ഞ് ദാഹിച്ച് കരഞ്ഞൊരവസ്ഥ. കടിഞ്ഞൂൽ പ്രസവ. ഫലസ്തീനിൽ നിന്ന് 2 മാസത്തിലധികം വഴി ദൂരം നടന്നാലാണ് മക്കത്തേക്ക് എത്തുക. അല്പം വെള്ളം, കുറച്ചു ഭക്ഷണവുമായിട്ട് അവിടെ വരുന്നു. അവരവിടെ താമസിപ്പിക്കുന്നു. തിരിച്ചു പോകുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ചരിത്രമൊക്കെ നമുക്കറിയാം, ഞാനത് പറയാനല്ല പറഞ്ഞത്. വെള്ളവും കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് പടച്ചനെ, എൻ്റെ കുട്ടിക്ക് ഇനി എവിടെ നിന്നാണ് വെള്ളം കിട്ടുക, ഭക്ഷണം കിട്ടുക? അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് നിരാശയേശാദ മനസ്സുമായി സഫയിലെ കുന്നിലേക്ക് ഓടുകയാണ്. പിന്നെ കുട്ടിക്കെന്തു പറ്റി? ഓടി വരുന്നു, തിരിച്ചും ഓടുന്നു. ഇനിയും ഓടുന്നത് സഫയിലേക്കാണ്. ആരെയെങ്കിലും ഞാൻ കാണാതിരിക്കില്ല. അതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. ആരെയെങ്കിലും എൻ്റെ റബ്ബെനിക്ക് കാണിച്ചു തരാതിരിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഉറപ്പിച്ചു വിളിക്കണം. ഞാൻ ഈ ഭാഗത്ത് ഈ ചരിത്രം വായിച്ചിടത്ത് കണ്ടത് എങ്ങനെ അറിയോ? 5000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും
വറ്റാതെ നിറഞ്ഞൊഴുകുന്ന സംസം കിണർ. അതിന്റെ ചരിത്രം ഞാൻ വേറെ പറഞ്ഞുതരാം. പടച്ചവനോട് ഹാജറ ബീവി ചോദിച്ചത് ഒരു കുഞ്ഞിനൊരൽപ്പം വെള്ളമാണ്. ആ വെള്ളം ചോദിച്ചപ്പോ ഒരു തുള്ളി വെള്ളം അല്ല അള്ളാഹു കൊടുത്തത്. ഇന്നും അത് കുത്തിയൊഴുകുന്ന വെള്ളമായി നിൽക്കുന്ന അതിശക്തമായ നീരുറവയാണ്. അതുകൊണ്ട് പടച്ച റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളോടാ പറയണത്, ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു തരുന്നത് ചിലപ്പോ നമുക്ക് കിട്ടുക നമ്മുടെ പ്രതീക്ഷക്കും അപ്പുറത്താണ്. ഉമ്മു ഇസ്മായിൽ ഓടിയതിന്റെ അന്ത്യം അവർക്ക് മാത്രമല്ല സഹോദരങ്ങളെ, അവസാനം വരെ വറ്റിപ്പോകാത്തൊരു നീരുറവയാണത്. സം സം എന്ന് പറഞ്ഞാൽ എന്താ? നിക്ക് നിക്കുന്നാണ് അത്ര ആ പദത്തിന്റെ അർത്ഥം. ഓടല്ലേ, പോകല്ലേ, നിക്ക് നിക്കുന്നാണ് ആ പദത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്ന എന്തറിയോ? അങ്ങനെ നിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അത് പൊട്ടി ഒഴുകി ഒരു നദിയാകുമായിരുന്നു. ഒരു ആവേശത്തിന് പറഞ്ഞതല്ല. നിങ്ങളതിന്റെ രംഗം പരിശോധിച്ച് നോക്കണം. സംസം കിണർ ആകെ 30 മീറ്റർ ആഴമാണ്, 11.8 മീറ്റർ വീതിയാണ്. ഒരു സെക്കൻഡിൽ അതിൽ നിന്ന് അടിച്ചെടുക്കുന്ന വെള്ളം 8000 ലിറ്റർ വെള്ളമാണ്. ഒരു സെക്കൻഡിൽ 8000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു മണിക്കൂറിൽ 2,88,00,000 ലിറ്റർ വെള്ളം അതിൽ നിന്ന് പമ്പ് ചെയ്യുന്നുണ്ട്. അതിലടങ്ങിയ മൂലകങ്ങളെ കുറിച്ച് സൗദിയിലെ ജിയോളജിക്കൽ വകുപ്പ് കൃത്യമായ ഒരു സർവേ റിപ്പോർട്ടിൽ കാണാം. സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള എല്ലാ ലവണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന എല്ലാത്തിനും പറ്റുന്ന വെള്ളം ആണ് ഹബീബായ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ആ വെള്ളം കുടിക്കുന്നത് അതിന് ശിഫയാണത്. ലിമാ ശുരിബ ബിഹി, എന്താവശ്യത്തിനാണോ കുടിക്കുന്നത് അതിനുള്ള ശിഫയാണ് എന്നാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കിണറ് കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നൂലേ? എല്ലാ കിണറുകൾ, നമ്മുടെയൊക്കെ വീട്ടിലുള്ള കിണറുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ആ കിണറ്റിൽ നിന്നൊക്കെ ഉറവ് വരിക അധികവും താഴെ നിന്നിങ്ങനെ മുകളിലേക്കാണ്. പക്ഷെ നിങ്ങൾ ഇതിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് കണ്ടിട്ടുണ്ടോ? അത് മുകളിൽ നിന്ന് താഴോട്ടാണ്. അതുതന്നെയാണ് അതിൻ്റെ മഹാത്ഭുതം. ആ അത്ഭുതം എങ്ങനെ ഉണ്ടാക്കിയതെന്നറിയോ? അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് ഓരോ വിശ്വാസിയും ഓടിക്കൊണ്ടേയിരിക്കണം. ഓടുന്ന പ്രതീക്ഷ വെച്ചോടുക, നിരാശപ്പെടുത്തൂല പടച്ചവൻ. അതിന്റെ ലോകത്തെ ഒന്നാമത്തെ തെളിവാണ് നമ്മുടെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം അവിടെ കാണുന്നത്. പ്രിയരെ, അൽ ഹജ്ജു അറഫ, അൽ ഹജ്ജു അറഫ. അടുത്തിലേക്ക് നിങ്ങൾ വന്നു നോക്കി. അറഫയാണ് ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്, പ്രധാനപ്പെട്ട റുക്കിന്. ബാക്കിയൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പോയിട്ട് ഇങ്ങനെ കുറച്ചുകൂടി ആലോചിക്കണം കേട്ടോ. അള്ളാഹുവിനെ മാത്രം, അവന്റെ അടിയാറുകൾ വിളിച്ചു നിൽക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ചു നിൽക്കുന്ന, തന്റെ മലായിക്കത്തീങ്ങളെ നോക്കി അവരെ സാക്ഷി നിർത്തി ഇവരെ നോക്കിയിട്ട് അള്ളാഹു അഭിമാനം കൊള്ളുന്ന അതിസുന്ദരമായൊരു നിമിഷം അറഫ എന്ന നേരെ അറബിയിൽ അർത്ഥം എന്താ? അറിഞ്ഞു എന്നാണ്. ഒരാള് തന്റെ രക്ഷിതാവിനെ ഇടയാളന്മാരില്ലാതെ നേരെ അറിയുക. അറഫ എന്ന് പറയുന്നത് ആളുകൾക്ക്, നമുക്കൊക്കെ അറിയാം, അതൊരു തുറസായ വിശാലമായ മണൽപ്പരപ്പാണ്. പിന്നെ ആകാശം മാത്രമാണ്. ഏത് ദേശത്ത് നിന്ന് വരുന്നവരും മേലോട്ട് കൈയുയർത്തിയിട്ട് സമന്മാരെ പോലെ നിന്ന് അള്ളാഹുവോട് ചോദിക്കുകയാണവര്, പ്രാർത്ഥിക്കുകയാണവര്. പലരും കരയുന്നവരുണ്ട്, പല രൂപങ്ങളിലാണ്. അള്ള പറഞ്ഞത്, അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് നൽകും. അതാണ് മഹാഭാഗ്യമെന്ന് പറയുന്നത്. അവിടെ അതൊരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടെ വെച്ചാണ് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത്. ഏതാനും മിനിറ്റുകളുടെ പ്രസംഗമാണ്. പക്ഷെ ആ പ്രസംഗം ഒരായുസ് കൊണ്ട് ആശയം പറഞ്ഞാൽ അത് തീരില്ല. ആകെ 10 മിനിറ്റിൽ താഴെ വരാവുന്ന പ്രസംഗമാണ്. എന്തൊക്കെ നമ്മളുടെ ജീവൽ പ്രശ്നങ്ങളുണ്ടോ
അത് ദുനിയാവായാലും ആഖിറമായാലും അതിനെയൊക്കെ ബന്ധപ്പെടുത്തിയാണ് മഹാനായ ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന. അവിടെ വെച്ചാണ് ദീനിന്റെ പൂർത്തീകരണം ഉണ്ടാവുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും ആയത്തിറങ്ങുന്നത് ഒക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ അറഫയിലെ നൃത്തത്തിനൊരു പ്രത്യേകതയോട് കൂടെയുണ്ട്. സ്വന്തത്തെ പറ്റി മാത്ര ചിന്ത. അവിടെ വേറെ എൻ്റെ കുട്ടികൾ മക്കളൊന്നുമില്ല. അതൊക്കെ പ്രാർത്ഥനകളിൽ വരാം. നഫ്സി നഫ്സി എന്നാണ്. ഞങ്ങളീ നോക്കൂല, ഞങ്ങൾ മറ്റോരെയും നോക്കൂല. നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് വല്ലാത്ത വികാരത്തിന്റെ നിമിഷം തുളുമ്പുന്ന ആ നൃത്തം ഒരു മഹിശറയെ തോന്നിപ്പിക്കുന്നതാണ്. നമ്മളോട് പറഞ്ഞു ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. അറഫയിലെ അന്നത്തെ പ്രാർത്ഥനയാണ് ഏറ്റവും മഹത്തായ പ്രാർത്ഥന. അതിൽ പങ്കുചേരാൻ നമുക്ക് ഭാഗ്യമല്ലല്ലോ. അവിടെ നിൽക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. നമ്മൾ അൽഹംദുലില്ലാ ഇവിടെയാണെങ്കിൽ ദുൽഹിജ്ജ 9 അറഫ എന്ന് പറയുന്ന ദിനം. അതെന്നാണോ അന്ന് നമ്മൾ എന്ത് ചെയ്യുക? ആ അറഫയിലെ നോമ്പെടുക്കുക. മറ്റു ദിവസമൊക്കെ നിങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളിയും. തിങ്കൾ വ്യാഴവും വേറെ ദിവസങ്ങൾ കഴിയുമെങ്കിൽ എടുക്കുക. പക്ഷേ ആ അറഫയിലെ നോമ്പിൽ നിങ്ങൾക്ക് നിർബന്ധമായി എടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ആ അള്ളാഹുവോട് നമ്മുടെ ആവശ്യങ്ങൾ ദുനിയാവായാലും ആഖിറായാലും എല്ലാം ചോദിച്ചു വാങ്ങിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ആലോചിച്ച് നോക്കൂ, മുടിയെടുക്കാനും കൂടിയും പറഞ്ഞു. അവിടെ തവാഫ് കഴിഞ്ഞ് അവിടെ അതിൻ്റെ മുമ്പ് ജംറയിൽ കല്ലൊക്കെ എറിഞ്ഞാൽ എല്ലാവരും മുടിയെടുക്കണം. ശരിക്കും സത്യത്തിലേ നമ്മുടെയൊക്കെ സൗന്ദര്യം എന്ന് പറയുന്നത് മുടിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡായി. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അതിനൊരു ഹിപ്പി സംസ്കാരം ഉണ്ടായിരുന്നു. അത് പോയി പിന്നെ മൊട്ട സംസ്കാരമായി. അത് വീണ്ടും പോയി വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. എല്ലാവരും ഇതിലിങ്ങനെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ആ മുടി അങ്ങോട്ട് എടുക്കുന്നതോടുകൂടെ അള്ളാന്റെ ദുനിയാവിൽ എല്ലാവരും സമന്മാരാണ്. ഓല സൗന്ദര്യത്തിന്റെ ഒരു 50% അതോടുകൂടി പോയി. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളുടെ ഈ ഭൗതിക സൗന്ദര്യത്തിന് ഒരു വിലയുമില്ല. ആന്തരിക സൗന്ദര്യത്തിനാണ് വിലയെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം ഉള്ളൊരു കർമാണല്ലോ ഉലഹിയത്ത്. നമ്മളെല്ലാവരും ചേരേണ്ട കർമ്മമാണ്. ഞാൻ അതിന്റെ സൂചന കഴിഞ്ഞ ഖുതുബയിൽ തന്നിരുന്നു. പ്രിയരെ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തിലെ ഒരു മനുഷ്യൻ ലോകത്ത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് മകൻ അറുക്കണമെന്ന് പറയുന്നത്. അതിന്റെ മറ്റു തലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഹജറ ബീവി മകനെ നോക്കി വളർത്തുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇടക്കിടക്ക് വന്നു പോകും. ഒരിക്കൽ വരുന്നത് ഒരു സ്വപ്നം കൂടി കണ്ടുകൊണ്ടാണ്. ആ സ്വപ്നം കണ്ടുകൊണ്ട് അദ്ദേഹം വന്ന് മോനെ വിളിച്ചു പറയുന്ന പദമുണ്ട്. ഫലമ്മ ബലഅ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക മാദാ ഫൻളുർ മാദാ തറാ. ഒരു വല്ലാത്തൊരു ചോദ്യമാണത്. സൂറത്ത് ശുഅറായിൽ അതിന്റെ പക്ക വിശദീകരണം കാണാം. അദ്ദേഹം വന്ന് സൂചനയാണ്, സ്വപ്നമാണ്, നേർക്കുനേരെ വഹയല്ല. ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് സൂചന മതി. മോനെ വിളിച്ചിട്ട് പറഞ്ഞു. ആ മോന്റെ പ്രായം പറയുന്നത് ഒരു 13ഓളം വയസ്സ് പ്രായമുള്ള സമയം വെച്ചാ ഉപ്പന്റെ കൂടെ ഇങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ ഓടി നടക്കാനും നമ്മുടെ മോഹങ്ങൾക്കനുസരിച്ച് വളരാനും തുടങ്ങുന്ന ഒരു പ്രായത്തിലെ വേറെ ആളില്ല കേട്ടോ, വേറെ കുട്ടികള തന്ന 10 എണ്ണത്തിൽ ഒന്നിന് ഇബ്രാഹിം അറുക്കെന്നല്ല പറഞ്ഞത്. ആകെയുള്ള കൺമണി, അതും പ്രായാധിക്യമേറ്റിയ വേളയിലാണ് അതിനെ അറുക്കണോന്ന് പറയണത്. 100% വേദന അനുഭവിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ ആ ഒരു മകനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു രംഗമുണ്ടല്ലോ. ഞാൻ അത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ചേർത്തി വായിക്കണം. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഒരു ചെറിയ സർജറി ഡോക്ടർ പറഞ്ഞാൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ട് ഇല്ലേ? ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയോ? ഇക്കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ ഒരു നേഴ്സ് അപകടത്തിൽ മരിച്ച കുട്ടികൾ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുമ്പോ അവരറിയുന്നില്ല, കൊണ്ടേ കിടത്തിയിട്ടാണ് ഇത് എൻ്റെ കുട്ടിയാണല്ലോ എന്നറിയുന്നത്. അന്നിമിഷം തിരിഞ്ഞ് ബോധരഹിതയായി വീഴാണ്. മക്കളെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീക്ക്നെസ്സാ, നമ്മുടെ ബലഹീനതയാ. ആ ഉള്ള ഒരെണ്ണത്തില്, കുറേ എണ്ണല്ല, ഒരെണ്ണം അതിനറുക്കണം എന്ന് പറയുമ്പോൾ പറയാൻ കഴിയാന്ന് പറയുന്നതാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ ഈമാൻ എന്ന് പറയുന്നത്. ഞാൻ നീട്ടി പറയല്ല, ആ ഈമാൻ അതിനൊരിക്കലും
ഒരിക്കലും പകരാവൂല നമ്മൾ അറുക്കുന്ന ബലി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എഴുതി വെച്ചത് 9,000-ന്റെയും 10,000-ന്റെയും ഷെയർ മാത്രമാണ്. അത് തന്നെ ഇന്നും ആവർത്തിക്കുകയാണ്. ഇനി വല്ലവരും ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് സ്വയം പ്രേരിതമായിട്ട് വരേണ്ടുന്ന സംഗതികളാണ്. ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഇനി ഒരറിയിപ്പില്ലാതെ തന്നെ പ്രിയരെ നമ്മൾ അതിലൊക്കെ പങ്കുചേരണം. ഇങ്ങനെ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചാൽ അള്ളാഹുവിനെ നമ്മൾ അറിയണം, റസൂലിനെ നമ്മൾ അറിയണം, ദീന് നമ്മൾ അറിയണം. ഇസ്ലാമിനോളം അല്ല നമുക്ക് യോജിച്ച ഒരു ദീന് വേറെ ഒന്നില്ല. ഏത് സാഹചര്യത്തിനും കാലത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഇസ്ലാമിൽ ഇളവുകളേ ഉള്ളൂ. നിന്ന് നിസ്കരിക്കാൻ വയ്ക്കൂലേ, ഇരുന്നോ ഇരിക്കാനും വയ്ക്കൂലേ, കിടന്നോ, കടുംപിടുത്തമില്ല, കാർക്കശ്യമില്ല, ലളിത സുന്ദരമായ ദീന് അല്ലേ. അങ്ങനെ ഓരോ ഭാഗത്തും നമുക്കത് കാണാം. വെള്ളം തൊടാൻ കഴിയൂലേ, നീ എന്ത് ചെയ്തോ, തയമ്മം ചെയ്തോ. യാത്രയിലാണോ, രണ്ടും പാടെ കൂട്ടി നിസ്കരിച്ചോ, 4 നിസ്കരിക്കണ്ട 2 ചെയ്തോ അല്ലേ. ഒക്കെ സുബ്ഹാനല്ലാഹ് എത്രയോ ഇളവുകൾ. അതുകൊണ്ട് ആ കഅബയുടെ പുണ്യം നമ്മളിങ്ങനെ വായിക്കുമ്പോ കഅബയുടെ പുണ്യം കിട്ടാനല്ല, കഅബയുടെ നാഥന്റെ ആ മോക്ഷം കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഈ വീടിന്റെ ഉടമസ്ഥനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക അല്ലെ. ഇന്നും പാഠങ്ങൾ, ഒരുപാട് ഗുണപാഠങ്ങൾ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് സമാശ്വാസം തരുന്ന ആ കഅബയുടെ ഉടമസ്ഥനെ മനസ്സിൽ നിറച്ചു വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അതിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി തീരാൻ നമ്മൾ ശ്രമിക്കണം. അവരോട് അല്ലാഹ് പറഞ്ഞെന്തറിയോ, നിങ്ങൾക്ക് എല്ലാ ഭയപ്പാടുകളിൽ നിന്ന് നിർഭയത്വം തന്ന റബ്ബ്, വിശപ്പിൽ നിന്ന് ഭക്ഷണമൂട്ടിയ റബ്ബ്. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിർഭയത്വം ഉൾക്കൊണ്ടുകൊണ്ട് ആ നിർഭയത്വം പ്രചരിപ്പിക്കാനും പ്രസരിപ്പിക്കാനും കഴിയുന്നവരാകണം. ഭക്ഷണമൂട്ടാൻ, മറ്റുള്ളവരുടെ വേദനകളെ അകറ്റാൻ ശ്രമിക്കുന്നവരാകണം. അങ്ങനെ പ്രാർത്ഥിച്ച് ദീനിന്റെ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ദീനിനെ കുറിച്ച് പഠിക്കുന്തോറും അത്ഭുതങ്ങൾ മനസ്സിൽ കൂടിക്കൊണ്ടേ വരും, ഈമാൻ കൂടിക്കൊണ്ടേ വരും, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂടി വരും. അങ്ങനെ കൂടി വരാൻ ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. റബ്ബുൽ ഇസ്സത്ത് നമ്മെ അതിന് തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തന്നെ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഈ നിൽക്കുന്ന ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഈ ദിനങ്ങൾ ഏറ്റവും പവിത്രമായ പുണ്യം നേടാൻ പരിശ്രമിക്കേണ്ടുന്ന സമയങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ അത് ബോധ്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് സ്വതക്കകൾ വർദ്ധിപ്പിക്കാൻ, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ, വിശുദ്ധ ഖുർആൻ കൂടുതലായി തിലാവത്ത് ചെയ്യാൻ, പാരായണം ചെയ്യാൻ, സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ ഒക്കെ നമ്മൾ ശ്രമിക്കണം. അനാവശ്യമായി നമ്മുടെ സമയങ്ങളെ നമ്മൾ നശിപ്പിക്കരുത്, കളയരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ദുൽഹിജ്ജ 9 അറഫയിലെ നോമ്പ് അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല 4 കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞുതരാം. ആ 4 കാര്യങ്ങൾ പ്രത്യേകം ഉൾക്കൊള്ളണം. 1, ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞ് എപ്പോഴും ഉണ്ടാവണം. അൽ ഇഅ്തിസാമു ബി അവാമിരില്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമ്മൾ മുറുകെ പിടിക്കണം. 3, ഈ 2 കൂടെയും നമുക്ക് തൗഹീദ് മുറുകെ പിടിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൽബിയത്തും തക്ബീറും നിറഞ്ഞു നിൽക്കണം. ഒരു കാരണവശാലും ശിർക്ക് വരരുത്. ഞാനിത് വെറുതെ പറയുന്നതല്ല. നമ്മളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങിയാൽ, പുറത്തേക്കൊക്കെ പോയാൽ പിന്നെ ശിർക്ക് വരാനുള്ള സാധ്യതകൾ ഒരുപാടെണ്ണമുണ്ട്. അതിന് പ്രേരിപ്പിക്കുന്ന ആളുകൾ വരെയുണ്ട്. നമ്മൾ ഉത്ബുദ്ധരാവണം. ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ടാണ് തവക്കുൽ എന്ന് പറയുന്നത്.
തവക്കുൽ എന്നത് നമുക്ക് പറയാനുള്ളതല്ല, നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. അങ്ങനെ ആ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആയിരിക്കും, നമ്മൾ മെന്റലി ഫ്രീ ആവും. മെന്റലി ഫ്രീ ആയി കഴിഞ്ഞാൽ ഫിസിക്കലി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിന്റെ അനുഭൂതി, അതിന്റെ മധുരിമ നുകരുന്ന നല്ല മുഅ്മിനുകളാകാൻ നമുക്ക് കഴിയണം. ഹസ്ബി അല്ലാ ഹസ്ബി അല്ലാ വനിഅമൽ മൗല വനിഅമൻ നസീർ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് പടച്ചവൻ മതി എന്ന ആ ഒരു ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം. ദീനിന്റെ ഓരോ ഭാഗങ്ങളും പകർത്താനും ശ്രമിക്കണം. നന്മകളിൽ ഉണ്ടാവണം, പ്രാർത്ഥന. നമുക്കിപ്പോൾ നല്ല മഴയും ഇതൊക്കെയുള്ള സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രാർത്ഥനകൾ നല്ല വർദ്ധിക്കണം. പ്രത്യേകിച്ച് മഴയോ കാറ്റൊക്കെ ഉള്ള സമയത്ത് നമ്മളുടെ ദുആകൾ പ്രത്യേകം നടത്തിയാൽ അത് അള്ളാഹു പെട്ടെന്ന് കബൂൽ ചെയ്യാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. അപകടങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ദുആ ചെയ്യണം. 2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. ഉലഹീത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്ന് വൈകുന്നേരം മുണ്ടമ്പാലത്ത് വെച്ചുകൊണ്ടൊരു ഇസ്ലാമിക ക്ലാസ് ഉണ്ട്, 2 പ്രഭാഷണങ്ങളുണ്ട്. അതുകൊണ്ട് കുടുംബസമേതം പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ഈ മജ്ലിസുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു അത് ഉടനെ കബൂൽ ചെയ്യും. 2 മക്കൾ, അവര് കണ്ണിന് വരെ രോഗങ്ങൾ ബാധിച്ചുകൊണ്ടുള്ള നമ്മുടെ 2 പ്രധാനപ്പെട്ട ചെറിയ കുട്ടികൾ, അവർ ചികിത്സയിലാണ്. അവർക്ക് പടച്ച റബ്ബ് ആ ചികിത്സ ഏറ്റവും കൂടുതൽ ഫലപ്പെടുത്തി കൊടുത്ത് പടച്ചവൻ ഏറ്റവും എളുപ്പത്തിൽ ശിഫയും ആഫിയത്തും ആരോഗ്യവുമുള്ളൊരു ജീവിതം കൊടുത്ത് അല്ലാഹു അവരെ തുണക്കുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു കരുത്തും ഇതിനെയൊക്കെ ചികിത്സിക്കാനുള്ള സൗകര്യം ദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈ അടുത്ത സമയത്തിൽ വരെ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു മഅഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അവരെ തുണക്കുകയും അവരെയും നമ്മെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീന് സംതൃപ്തമായ നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് സംതൃപ്തമായ കുളിർമയുള്ള ജീവിതം 2 ലോകത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും അതേപോലെ തന്നെ ആശ്വാസവും നൽകി അവരെ തുണക്കുമാറാവട്ടെ. നമ്മെയും അവർക്കും അല്ലാഹു എല്ലാ ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ലോകം വിട്ടു പിരിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത് റബ്ബന ഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം.